ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീഹരയേ നമ. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേഭി അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം. ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാനഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. കൃപാത്തെ ജാതാ ചേത്കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയക്ലേശൗഘ പ്രശമനദശാ നാമ കിയതി ന കേകേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധതേ. മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവൽപാദാംഭോജസ്മരണവിരുജോ നാരദമുഖാ ചരന്തീശ സ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം ഭവദ്ഭക്തിസ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണികാ. ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം. ഭവദ്ഭക്തിസ്താവൽ പ്രമുഖമധുരാ ത്വദ്ഗുണരസാദ് കിമപ്യാരൂഢാ ചേദഖിലപരിതാപപ്രശമനീ. പുനശ്ചാന്തേ സ്വാന്തേ വിമലപരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യമപരം. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനം അധാ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത്. ഉദഞ്ജദ്രോമാഞ്ജോ ഗളിതബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവൽ സ്നേഹീ സോഹം സുബഹുപരിതപ്യേച കിമിദം. അകീർത്തിസ്തേ മാ ഭൂദ്വരദ ഗദഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ഝടിതി കുരു മാം കംസദമനാ. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണായാവദുദിയാദഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥപ്രലപിത. പുരക്ലുപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ
യഥാശക്തിവ്യക്തം നദിനുതി നിഷേവാ വിരചയൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. മൂന്നാമത്തെ ദശകം ഭക്തിപ്രാർത്ഥനയാണ്. ഭക്തൻ്റെ പ്രാർത്ഥനയും ശരണാഗതിയും കുറിച്ചാണ് പറയുന്നത്. രോഗപീഠകൾ കൊണ്ട് വലയണ ഭട്ടതിരി ഉത്തമനായിട്ടുള്ളൊരു ഭക്തൻ്റെ ലക്ഷണങ്ങളെ വർണ്ണിക്കണു. തൻ്റെ രോഗങ്ങളൊക്കെ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇവിടം തൊട്ടാണ് സത്യം പറഞ്ഞാൽ ഭട്ടതിരി കരയാൻ തുടങ്ങുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഒന്നാം ദശകം എഴുതുമ്പോഴും രണ്ടാം ദശകം എഴുതുമ്പോഴും കുറച്ച് സുഖം തോന്നി അദ്ദേഹത്തിന്. മൂന്നാം ദശകം എഴുതണേനെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന് എണീക്കാൻ പോലും പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. കിടക്കേന്നൊന്ന് എണീക്കാൻ അത്രയും വേദന, ദേഹം മുഴുവൻ നീര്. അപ്പോൾ ആദ്യത്തെ 2 ദിവസത്തെ മനസ്സിൻ്റെ തെളിച്ചം പോയി. മൂന്നാം ദിവസമായപ്പോഴേക്കും താൻ വീണ്ടും അന്ധകാരത്തിലേക്ക്, രോഗത്തിൻ്റെ കുഴിയിലേക്ക് അങ്ങോട്ട് പോവുകയാണോ എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു. അതുകൊണ്ട് ആ മൂന്നാമത്തെ ഭക്തിപ്രാർത്ഥനയിൽ പടന്തോ നാമാനി പ്രമഥപര സിന്ധോ നിപതിത എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രസിദ്ധമായിട്ടുള്ള ആ ദശകത്തിൽ ഭക്തിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നത്. ആരാണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ധന്യതയുള്ള ആൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തമനായിട്ടുള്ള ഭക്തൻ്റെ ഒരു ചിത്രം വരച്ചു വയ്ക്കുന്നുണ്ട്. ഗുരുവായൂരപ്പ, അങ്ങയുടെ നാമങ്ങൾ ജപിക്കണവൻ, അങ്ങയുടെ രൂപം ധ്യാനിക്കണവൻ, അങ്ങയുടെ കഥ പറയുകയും കേൾക്കുകയും ചെയ്യണവൻ, അങ്ങാകണ ആനന്ദത്തിൽ മുഴുകിയിട്ട് ജീവിതത്തിൽ കൂടെ ഓരോ നിമിഷവും നടന്നു പോകുന്നവൻ, അങ്ങനെയുള്ളവനെ മാത്രമേ ഞാൻ ധന്യനായിട്ട് കണക്കാക്കണ്ടൂ. അവരെല്ലാം നേടിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞു. നോക്കൂ, ഗംഗാജലം കുടിച്ച ആൾക്കാർ പിന്നെ ചെളിവെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കില്ല. അതേപോലെ തന്നെയാണ് ഭക്തിയാണ് പരമമായിട്ടുള്ള നേട്ടം. ബാക്കിയൊക്കെ വെറും അലങ്കാരങ്ങളാണ്. അതിൻ്റെ ഒപ്പം വരുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സാണത്. അതിനുശേഷം രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിക്ക് വേദന വർദ്ധിച്ചതുകൊണ്ട് ആ വേദനിപ്പിക്കണ ഒരു കുറ്റസമ്മതം പോലെ വരുന്നു. രോഗവും വേദനയും കാരണം ഭഗവാനെ അങ്ങയുടെ പാദസേവയിലുള്ള ആനന്ദത്തിൽ പോലും എൻ്റെ മനസ്സ് ഉറച്ചു നിൽക്കണില്ല എന്ന്. നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. കൈ വരണില്ല, കാല് വരില്ല, വേണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്, ജപിക്കണം എന്നൊക്കെ ഉണ്ട്, വരുന്നില്ല, മുട്ട് വരണില്ല, അസുഖങ്ങൾ വരണു, പലവിധ പ്രശ്നങ്ങൾ വരണു. ആ വിഷമം ഭട്ടതിരി സത്യസന്ധമായിട്ട് പറഞ്ഞു. നമ്മൾ പലപ്പോഴും ഭഗവാനോട് പറയില്ല. ആ സത്യസന്ധത കാണിച്ചാൽ മതി. ഭഗവാൻ എന്നെ കൊണ്ട് പറ്റണില്ല, എനിക്ക് സാധിക്കണില്ല, ഇത് പറയാൻ നമുക്ക് സാധിച്ചാൽ ആ ഇരിക്കുന്ന ആൾ പുറത്തല്ലാതെ അകത്താണെന്ന് അപ്പോഴാണ് തെളിവ് വരിക. പച്ചയായിട്ടുള്ള സത്യ പറയണം. വിശുദ്ധനായിട്ട് നമ്മൾ അഭിനയിക്കണ്ട. ശരീരം കഷ്ടപ്പെടുന്ന സമയത്ത് മനസ്സ് വറയ്ക്കും, മനസ്സിനും ബലം കിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ ആ മനസ്സ് ഉറപ്പിച്ച് തരാൻ എന്താ ചെയ്തു തരേണ്ടത്? ഭഗവാനും വന്നിട്ട് കുറേ തത്വചിന്ത പറഞ്ഞാൽ അത് പോവോ? ഇല്ല. കരുണയോടൊന്ന് നോക്കിയാൽ മതി. ഗുരുവായൂരപ്പ, എന്നെ ഒന്ന് നോക്ക്, നീ ഒന്ന് നോക്കിയാൽ എൻ്റെ മനസ്സിനൊരു ശാന്തത കിട്ടും. അത്രേ അവിടെ ആവശ്യപ്പെടുന്നുള്ളൂ. എനിക്ക് തനിയേ ഇരിക്കണം, അങ്ങയുടെ നാമങ്ങളൊക്കെ ജപിക്കണം, അങ്ങയുടെ പാദപത്മങ്ങളെയൊക്കെ സ്മരിക്കുമ്പോൾ എന്തൊരു സുഖമാണോ കിട്ടണത് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ എനിക്ക് രുചിക്കണം എന്ന് പറയണത് ഒളിച്ചോട്ടമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എത്രയോ ജന്മമെടുത്ത് ജീവിച്ച് തളർന്നു പോയ ആത്മാക്കളാണ് നമ്മളൊക്കെ. നമ്മുടെ ശരീരം തളർന്നതിനെക്കാട്ടിലും വലിയ ടയേർഡ്നെസ് നമ്മുടെ ആത്മാക്കൾക്കുണ്ട്. ഇത് നമ്മൾക്ക് ശരിക്ക് ശാന്തമായിട്ട് 5 മിനിറ്റ് ഇരുന്നാൽ മനസ്സിലാവും. നമ്മൾ എത്രയോ യുഗങ്ങളുടെ ഭാരം നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മൾ മതം വിടൂ, വിശ്വാസങ്ങളൊക്കെ വിട്ടേക്കൂ, ജസ്റ്റ് അവനവനിലേക്ക് നോക്കൂ, എത്ര വലിയ ക്ഷീണമാണ് നമ്മൾ കൊണ്ടു നടക്കണമെന്ന്. അത് ഭഗവാന്റെ മുന്നിൽ ചെന്ന് സത്യസന്ധമായിട്ട് ഭഗവാനെ ഞാൻ ക്ഷീണിതനാണ് എന്ന് അങ്ങോട്ട് സത്യമായിട്ട് പറയാൻ സാധിച്ചാൽ ആ ക്ഷീണം അപ്പം അവിടെ ഇല്ലാണ്ടാവുന്ന. കാരണം കർമ്മമാണ് ഈ ക്ഷീണം. ഈ ക്ഷീണം ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കും. ആത്മാവ് വിശ്രമം ആഗ്രഹിക്കലാണ്. ഭഗവാനെ, എനിക്കൊന്ന് തനിയെ ഇരുന്ന് കുറച്ച് നാമം ചെല്ലണം, അങ്ങേ സ്മരിക്കണം, അതിൻ്റെ സന്തോഷം ഉണ്ടാവണം എന്നൊക്കെ പറയൽ. ദൈവികമായിട്ടുള്ള കാരുണ്യത്തിലുള്ളൊരു വിശ്വാസം. അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ മനുഷ്യർക്ക് അസാധ്യമായിട്ട് എന്താ ഉള്ളത് ചോദിക്കുന്നു. അതിനുശേഷം നാരദൻ്റെ ഒരു ഉദാഹരണം പറയണു. നാരദൻ എന്ന് പറഞ്ഞാൽ സർവ്വലോക സ്വതന്ത്രനാണ്. ഭക്തി ഒരാളെ സ്വതന്ത്രനാക്കുമോ എന്ന് ചോദിച്ചാൽ നാരദനെ കാണിച്ചു കൊടുത്താൽ മതി. നാരദൻ ഫുൾ ഫ്രീയാണ്, എപ്പോഴും ഫ്രീ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, എവിടെ വേണമെങ്കിലും കയറി ചെല്ലും. അതിനുശേഷം കവി പറയണ്, വിശ്വാസത്തിൻ്റെ ധീരമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തുകയാണ്. എൻ്റെ ഭക്തി വർദ്ധിച്ചാൽ അതെൻ്റെ സകല ദുഃഖങ്ങളെയും നശിപ്പിക്കണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഗുരുവായൂരപ്പ, കാരണം വേദനിച്ചിട്ട് വെല്ലുവിളിക്കുകയാണ്. നമ്മൾ ദേഷ്യം വന്നിട്ട് ഒരു വെല്ലുവിളി നടത്തും. ചായ കുടിക്കാൻ വിടാം, ഒപ്പം വിടാം, ഒരു വെല്ലുവിളി. എന്താ വെല്ലുവിളിക്കണത്?
എൻ്റെ ഭക്തി വർദ്ധിച്ചാൽ എൻ്റെ ദുരിതവും മാറണം, എൻ്റെ ദുഃഖവും മാറണം. അങ്ങനെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വ്യാസന്റെ വാക്കും അങ്ങയുടെ വാക്കും വേദങ്ങളുടെ വാക്കും പാഴെന്ന് വേദനിച്ചിട്ട് പറയുന്നത്. ദേഹം വേദനിച്ചിട്ടാ ഭട്ടതിരി ഇത്ര നേരം പറഞ്ഞ രീതിയാണോ നോക്കൂ. 3-ാം ദിവസമായപ്പോൾ ദേഹം വേദന കാരണം ഭഗവാനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. നീ പറഞ്ഞതൊക്കെ നുണ, വെറും പൊയ്വാക്ക്. ശബരമന്ത്രത്തിൽ ഹനുമാൻ സ്വാമിയെ കൊണ്ട് കാര്യം നടത്തിക്കാൻ വേണ്ടി പറയും, ഹനുമാനെ നീ ഇന്ന കാര്യം എനിക്ക് ഇന്ന മാതിരി ചെയ്തു തന്നില്ലെങ്കിൽ രാമൻ നിന്നെ ഉപേക്ഷിക്കട്ടെ എന്ന്. ആ ശബരമന്ത്രങ്ങളിൽ അങ്ങനെയാണ്, ഭീഷണിയാ. സൂക്ഷിക്കും വേണം, ഡബിൾ എഡ്ജ് സോഡാ. ചിലപ്പോൾ കാര്യം നടക്കും, ചിലപ്പോൾ തിരിച്ചടിക്കും. അങ്ങനത്തെ മന്ത്രങ്ങൾ സൂക്ഷിക്കണം. ശബരമന്ത്രം എന്ന് പറയും, കാട്ടുമന്ത്രങ്ങൾ. ഹനുമാൻ്റെ മന്ത്രങ്ങളിൽ പലതിലും അങ്ങനെയാണ്, രാമൻ നിന്നെ ഉപേക്ഷിക്കട്ടെ എന്ന്. പാവം, അതിലും വലിയൊരു സങ്കടം ഭഗവാൻ വരാനുണ്ടോ, വേഗം ചെയ്തു തരും. ഇതാണ് ശബരമന്ത്രം. അതേമാതിരി ഭട്ടതിരി ഒരു ശബരവിദ്യ, കാട്ടാളൻ്റെ രീതി പ്രയോഗിച്ച് നോക്കുകയാണ്. എൻ്റെ ഭക്തി വർദ്ധിച്ചിട്ട് എൻ്റെ അസുഖം മാറിയില്ല എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് പോയി, വേദം പറഞ്ഞത് പോയി, വ്യാസം പറഞ്ഞതും പോയി എന്ന് ഭട്ടതിരി അവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഇത് അഹങ്കാരമല്ല, ഇതൊരു കൊച്ചുകുട്ടിയുടെ വിശ്വാസമാണ്. ഞാൻ വീണ്ടും ശ്രീരാമകൃഷ്ണദേവനെ കൊണ്ടുവരികയാണ്. കാരണം ഈ ഭാവമൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനെ മനസ്സിൽ വരുള്ളൂ. കാളിയുടെ മുഖത്തൊക്കെ ചോദിക്കും, ഞാൻ പറഞ്ഞ കേട്ടില്ല, പിന്നെ നീ എന്താ അമ്മയാണെന്ന്. ഞാൻ പറയണത് കേട്ടില്ലെങ്കിൽ നീ പിന്നെ എന്താ അമ്മയാണെന്ന് കാളിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ചോദിക്കണം. അതാണ് ഭക്തിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് 6-ാമത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ പ്രധാനപ്പെട്ട ശ്ലോകം 3-ാമത്തെ ദശകത്തിൽ 6-ാം ശ്ലോകമാണ്. തുടക്കത്തിൽ ഭക്തി വളരെ മധുരം, മധ്യമാവുമ്പോൾ അത് കുറച്ചുകൂടെ പാകപ്പെടുമ്പോൾ എല്ലാ ദുഃഖങ്ങളെയും മാറ്റും, അവസാനം അത് ശുദ്ധമായിട്ടുള്ള ജ്ഞാനവും അദ്വൈതത്തിൻ്റെ ആനന്ദവും അത് നൽകും. ഇതിലപ്പുറം വേറെ ഒന്നും ചോദിക്കാനില്ല, ഭക്തി മാത്രം മതി. മാവിനും മാങ്ങയും വെവ്വേറെ ചോദിക്കണോ, എനിക്കൊരു മാവ് തരുമെന്നും പിന്നെ മാങ്ങ വേണമെന്നും പറയേണ്ട ആവശ്യമില്ല. മാവ് മേടിച്ചാൽ മതി. ഒരു മാവ് വാങ്ങി നട്ട് അത് വളർത്തിക്കൊണ്ടുവന്ന മാങ്ങ ഓട്ടോമാറ്റിക്കലി അതിൽ കിട്ടും, കായ്ക്കണ മാങ്ങയാണെങ്കിൽ, മാവാണെങ്കിൽ. അത് മാത്രം, അതിൻ്റെ വിത്ത് ആ മാങ്ങേണ്ടി നട്ടാൽ മതി. അത് വളർന്ന് വലുതായി മാവായിട്ട് മാങ്ങ തന്നോളൂ, ഇഷ്ടംമാതിരി മാങ്ങ തന്നോളൂ. എനിക്ക് മാവും വേണം മാങ്ങയും വേണം എന്ന് പറയണതിൻ്റെ ആവശ്യമില്ല. അതുപോലെയാണ് ഭക്തി ഉണ്ടെങ്കിൽ ശാന്തി, ജ്ഞാനവും അദ്വൈതവും ഒക്കെ ആ ഒരൊറ്റ വിത്തിൽ അടങ്ങിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. എൻ്റെ രോഗം മാറ്റൂ, എനിക്ക് അങ്ങയുടെ ക്ഷേത്രത്തിലേക്ക് നടന്നു വരണം, എന്നെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് വരരുത്, എനിക്ക് നടന്നു വരണം, എനിക്ക് കൈ ഇങ്ങനെ വിറയ്ക്കണം, എനിക്ക് പൂവെടുത്തിട്ട് അങ്ങേ പൂജിക്കണം, എനിക്ക് അങ്ങയുടെ രൂപം കണ്ണുറക്കണില്ല, അതുകൊണ്ട് കാണാൻ പറ്റും. ഭട്ടതിരിക്ക് ഒന്നും കാണില്ലായിരുന്നു ആദ്യം. പാർക്കിൻസൺസ് വന്ന ഒരാളുടെ കണ്ണ് പോലും പ്രശ്നമായിരിക്കും. ഒന്നും അകത്ത് കാണുന്നില്ല, ഇരിക്കണേ ബലിക്കല്ലിൻ്റെ അവിടെയാണ്, എന്ത് കാണാനകത്ത് ഒന്നും കാണില്ല. അപ്പോൾ അവിടെ ഇരുന്നിട്ട് പറയാണ്, എനിക്ക് കാണണം, എനിക്ക് അങ്ങേ കാണണം, എനിക്ക് അങ്ങയുടെ തൃപ്പാദ തുളസിയുടെ മണം സ്വീകരിക്കണം, മൂക്കുകൊണ്ട് മണക്കണം, അങ്ങയുടെ കഥകൾ കേൾക്കണം ചെവിയിൽ, അങ്ങയുടെ പ്രസാദം എനിക്ക് കഴിക്കണം. ഇതൊന്നും ആരോഗ്യത്തിനുള്ള പ്രാർത്ഥനയല്ല, ആരാധനയ്ക്കുള്ള പ്രാർത്ഥനയാണ്. ആരോഗ്യത്തിന് വേണ്ടിയല്ല ഭട്ടതിരി അപ്പോഴും പറഞ്ഞത്, ആരാധനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങയുടെ നാമം പാടാൻ കഴിയണ കാലം വരെ ഈ ശരീരം നിലനിൽക്കണേ ഭഗവാനെ എന്നേ പ്രാർത്ഥിക്കാവൂ. അങ്ങയുടെ നാമം പാടാൻ കഴിയണ കാലം വരെ ഈ ശരീരം നിലനിൽക്കണേ. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? വേദനയെ ഭക്തി മറപ്പിക്കും. വേദന കൊണ്ട് അസ്വസ്ഥമായിട്ടുള്ള മനസ്സിൽ ഭഗവാന്റെ ആനന്ദമായിട്ടുള്ള രൂപം ഉദിക്കും. അതൊരു വലിയ രഹസ്യമാണ്. കാരണം അങ്ങനെ ഉദിച്ചാൽ സകല വേദനകളും ഭക്തിയിൽ ലയിച്ചു പോവും. ഇതാണ് സംഭവിക്കുക. എന്നിട്ട് 9-ാമത്തെ ശ്ലോകത്തിൽ ഒരു പരിഭവം പറയുന്നുണ്ട്. അങ്ങയെ അവഗണിക്കണ ആൾക്കാരൊക്കെ സുഖമായിട്ടിരിക്കണു, അങ്ങയെ സ്നേഹിക്കണ ഞാൻ മാത്രം കഷ്ടപ്പെടുന്നു. ഇത് നീതിയാണോ? നമ്മളൊക്കെ ചോദിക്കുന്നതാണ്. ഞാൻ നിന്നും വന്ന് നിന്നെ തൊഴുണ്ട്, ഞാൻ മാത്രം കഷ്ടപ്പെടുന്നു, അപ്പുറത്തുള്ളവരൊക്കെ നന്നായിട്ടിരിക്കണു എന്ന് നമ്മൾ പറഞ്ഞ അതേത് ഭട്ടതിരിയും പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ എത്രയും വേഗം സുഖപ്പെടുത്തിയിട്ട് അങ്ങയുടെ ഭക്തി ശ്രേഷ്ഠനാക്കിയിട്ട് മാറ്റാനാണ് പറയുന്നത്. ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തനായിട്ട് എന്നെ എത്രയും പെട്ടെന്ന് മാറ്റ്. ഇങ്ങനെ പരിഭവിക്കാൻ സ്നേഹമുള്ള ആൾക്കാർക്കേ സാധിക്കുള്ളൂ. അവസാനത്തെ ശ്ലോകത്തിൽ കരഞ്ഞ് തളർന്നു ഭട്ടതിരി. 9 ശ്ലോകം കഴിയുമ്പോഴേക്കും അദ്ദേഹം കരഞ്ഞുണ്ടാവും. എനിക്കുള്ള അന്നത്തെ ദിവസം അദ്ദേഹം ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും ഓരോ ശ്ലോകം എഴുതിയത്. കരഞ്ഞ് തളർന്ന ഒരാൾ അവസാനം കരഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും ഒരു നിശബ്ദതയിൽ, അല്ലേ? കുറച്ച് നേരം നല്ലോണം വാവിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും. ആ ഇരിപ്പാണ്. വാക്കുകളൊക്കെ അവസാനിച്ചു. 10-ാമത്തെ ശ്ലോകത്തിൽ പരാതികളൊക്കെ അവസാനിച്ചു. പറയുക, അങ്ങയുടെ കാരുണ്യം എന്നാണോ ഉദിക്കണത് അതുവരെ ഞാൻ ഇങ്ങനെ അങ്ങയുടെ കാലിലിരിക്കും, ഇവിടുന്ന് ഞാൻ എണീച്ചു പോവില്ല. കുറേ ബഹളം വെച്ചു, കുറേ കരഞ്ഞു, എല്ലാം അടങ്ങി. ഭഗവാൻ അത് മുഴുവൻ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു. ഭട്ടതിരിയും ഉണ്ടായിരുന്നു. ഭഗവാനും നിശബ്ദനായിട്ടിരിക്കണു. ഭഗവാന്റെ പാദങ്ങളിൽ ഭട്ടതിരി നിശബ്ദനായിട്ടിരിക്കണം. പ്രാർത്ഥിച്ചും സ്മരിച്ചും ഞാൻ എൻ്റെ ദിവസങ്ങൾ കഴിക്കും.
ഞാൻ ഇനി ഒന്നും ചോദിക്കില്ല. സംസാരം അവസാനിക്കുന്നിടം, നിശബ്ദമാകണിടം ഭഗവാന്റെ സാന്നിധ്യം മാത്രം അവശേഷിക്കണു. കരച്ചിൽ അവസാനിക്കുമ്പോൾ അമ്മ വരും. കുട്ടിയുടെ കരച്ചിൽ അവസാനിക്കണ സമയത്ത് അമ്മയെ കാണാൻ പറ്റും. അതുവരെ കുട്ടി കിടന്ന് ബഹളാണ്. അതേപോലെ ഭക്തി വേദന കൊണ്ട് നശിപ്പിക്കപ്പെടുന്നില്ല. പക്ഷെ വേദന യഥാർത്ഥ ഭക്തിക്കുള്ള ഇന്ധനം, ഫ്യൂവലായിട്ട് മാറും. ശരീരം സുഖപ്പെടുന്നതിന് മുമ്പേ ഭക്തി മനസ്സിന് സുഖം കൊടുക്കും. ഭക്തി മാത്രം ചോദിക്കുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം. സ്നേഹത്തിൽ നിന്നുള്ള പരാതികളെ ഗുരുവായൂരപ്പൻ പൊന്നുപോലെ നോക്കി കേൾക്കും. അവിടെ ഭഗവാൻ യാതൊരു തരത്തിലുള്ള വിഷമവും വിചാരിക്കണില്ല. ശാന്തമായിട്ടിരിക്കുക. വിഷമമുള്ളപ്പോൾ ഭഗവാനോട് പറയുക, ഗുരുവായൂരപ്പ എനിക്കൊന്നും വേണ്ട, അങ്ങയോടുള്ള എൻ്റെ സ്നേഹം മാത്രം വറ്റിപ്പോകാണ്ടിരിക്കട്ടെ. ഇത് പ്രാർത്ഥിക്കുക. ഇപ്പം പലരും ചോദിക്കണം, ഗുരുവായൂരപ്പ 4 മണിയായി, ഒരു ചായ തരുമോ? പോയി ചായ കുടിക്കാം, 4:30 വരാം. 4:30 അല്ല, ഒരു ചായ കുടിച്ച് കഴിഞ്ഞ ഉടനെ വന്നോളൂ. തിരുമേനി അവസാനത്തെ 2 ദശകം വരാഹാവതാരം വായിക്കും. അതിനുശേഷം നമുക്ക് 6:30 വരെ പ്രഭാഷണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. നാരായണ.